ഇസ്ഹാഖും ഇബ്നു ഹിഷാമും ഇത് രണ്ട് കണ്ണി ഭയങ്കരമാണ്. ഇബ്നു ഹിഷാം എന്ന് പറയുന്നത് ഇബ്നു ഇസ്ഹാഖിൻ്റെ സ്റ്റുഡൻ്റാണ്. ആ രീതിയിൽ കണക്ഷൻ ഉള്ള ആളാണ്. വേറൊരാളാണ്, ഇത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളുണ്ട്, ഡോക്ടർ ഹമീദുള്ള. ഈ ഹമീദുള്ളയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇബ്നു ഹിഷാമിൻ്റെ ഇബ്നു ഇസ്ഹാഖിൻ്റെ ഒക്കെ അവരുടെ റിപ്പോർട്ടിംഗ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മാനുസ്ക്രിപ്റ്റ്സ് നമ്മളുടെ ഒരു അവസാന കാലഘട്ടമാകുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് പല ലൈബ്രറികളിലും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മ്യൂസിയംസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹമീദുള്ള എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇയാൾ ലണ്ടനിലേക്കും ജർമ്മനിയിലേക്കും സ്പെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് അവിടുന്ന് ഇത് പർച്ചേസ് ചെയ്തു. അപ്പോൾ മൂപ്പര് പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഇസ്ലാമിന് നഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഒന്ന് പിടിച്ചുകൊണ്ടായതാണ്. അന്ന് കൊളോണിയൽ കാലഘട്ടത്തിൽ പിടിച്ചുകൊണ്ടായ കുറേ സംഗതി ഉണ്ട്. പിന്നെ അവർ മാന്യമായിട്ട് പർച്ചേസ് ചെയ്ത ടീമുണ്ട്. അങ്ങനെ തന്നെ ചില സംഗതികൾ അങ്ങനെയും കാണണം. ഇതിനെയൊക്കെ പറ്റുന്നത്ര മൂപ്പര് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുള്ള അതാണ് ആ സീറയുടെ ആ പിന്നെ ബുക്സ് ഓഫ് സീറ എന്നുള്ളത് ഒരു ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നാലാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഷമായിലാണ്. ഷമായിൽ എന്ന് പറഞ്ഞാൽ ഓരോ പേഴ്സണാലിറ്റീസിനെ പറ്റി പറഞ്ഞതാണ്. പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോൾ വ്യക്തിത്വങ്ങളെ സഹാബാക്കൾ അടക്കമുള്ള താബിങ്ങൾ അടക്കമുള്ള ആളുകളുടെ പേഴ്സണാലിറ്റീസിനെ പറ്റി പറഞ്ഞതാണ്. അതാണ് നാലാമത്തെ സോഴ്സ്. അഞ്ചാമത്തെ ദലായിൽ എന്ന് പറയുന്നതാണ്. ദലായിൽ എന്ന് പറയുന്നത് മിറക്കിൾസിനെ പറ്റി. ഈ മിറക്കിൾസിൻ്റെ കേസ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന സംഗതിയാണ്. മിറക്കിൾസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിനെ വല്ലാതെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വേറെ സൈഡിലുണ്ട്. അപ്പം വളരെ ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം മിറക്കിൾസിനെ നമ്മൾ സമീപിക്കേണ്ടത്. ആറാമത്തത് ഹിസ്റ്ററീസ് ഓഫ് മക്ക ആൻഡ് മദീന എന്നുള്ളത്. പല തരത്തിൽ ഹിസ്റ്ററീസ് വന്നിട്ടുണ്ട്, അതൊക്കെ സീറയുടെ സോഴ്സ് തന്നെയാണ്. ഏഴാമത്തത് അവസാനത്തെന്ന് പറയുന്നത് റോം, അറബ്, പേർഷ്യൻ സ്റ്റോറീസാണ്. ഈ തരത്തിലും സോഴ്സുകൾ വരുന്നുണ്ട്. ഇത് സീറയിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ആ എവല്യൂഷൻ ഓഫ് ഇസ്ലാമിക് മാപ്പിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്കുണ്ടാവേണ്ട ഒരു അറിവാണ്, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഉണ്ടാവണം. രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവേണ്ടത് അറബ്സിനെ പറ്റിയാണ്. നമ്മൾ അറബ്സിനെ ജനറലായിട്ടാണ് പറയാറ്. ശരിക്കും രണ്ട് കാറ്റഗറി ഓഫ് അറബ്സ് ഉണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് അറബ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞു. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ നഷ്ടപ്പെട്ടു പോയ അറബ്സിനെ പറ്റിയിട്ട്? അങ്ങനെ നഷ്ടപ്പെട്ട ക്ലാനുകളൊക്കെ ഇപ്പം ഇല്ല. ഒരു പക്ഷേ നബിക്ക് മുന്നേ നഷ്ടപ്പെട്ട ആളുകളായിരിക്കും. ഖുറാനിൽ അവരെ പറ്റി ഹിൻറ്റുകളുണ്ട്. ഏതെങ്കിലും എക്സാമ്പിൾസ് ആർക്കെങ്കിലും? ഇല്ല. ആദുണ്ട്, ഹമൂദുണ്ട്, പിന്നെ മദായിൻ ഉണ്ട്. ഇതൊക്കെ അതിൽ വരുന്നു. മദായിൻ സ്വാലിയൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ്. അവരിപ്പോൾ ഇല്ല. പക്ഷേ അവർ അറബികളിൽ എക്സ്റ്റിങ്ക്റ്റ് അറബ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഇത് നമ്മളുടെ ഹിസ്റ്ററിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ചരിത്രമുള്ള, ഖുറാനിൽ തന്നെ എടുത്തു പറഞ്ഞ ചരിത്രമുള്ള ആളുകളാണ്. അവരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. രണ്ടാമത്തെ കാറ്റഗറി പറയുന്ന അറബ് അൽ ബാക്കിയ എന്നുള്ളതാണ്. മറ്റേത് ശരിക്കും അറബ് അൽ ബായിദ എന്നും പറയും കേട്ടോ. നല്ല എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് അറബ് അൽ ബാക്കിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബാക്കിയുള്ള ആൾക്കാർ. അത് രണ്ട് കാറ്റഗറി ആയിട്ട് അറബ് അൽ ബാക്കിയാനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അത് കുറച്ച് ബോറടിക്കുന്ന സംഗതിയാണ്. ഒന്ന് കഹ്താനിയാണ്, രണ്ടാമത്തെ അദ്നാനിയാണ്. ഓക്കെ, കഹ്താനി, അദ്നാനി. ഈ കഹ്താനിയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ, കാരണം ഇത് ഒരു അക്കാഡമിക് സാധനം ആയതുകൊണ്ട് വേഗം തീർക്കാണ്. ഈ കഹ്താനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരാണ് അറബ് എന്നുള്ള ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്തതെന്നുള്ളൊരു നെറേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അറബ് കൊണ്ടുവന്ന ആൾക്കാരാണ്. ഈ അദ്നാനി എന്ന് പറയുന്ന ആൾക്കാർ അറബ് പഠിച്ച ആൾക്കാരാണ്. ഇതാണ് എൻ്റെ വ്യത്യാസം. ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു 3 ട്രഡീഷൻസ് ഉണ്ട്. നൂഹ് നബിയായിട്ട് ബന്ധപ്പെട്ടാണ്. നൂഹ് നബിക്ക് 3 മക്കളുണ്ടായിരുന്നു പോലും. ഒന്നാമത്തെ ഹാമാണ്, രണ്ടാമത്തെ യാഫിത്താണ്, മൂന്നാമത്തെ സാമാണ്. ഹാം, യാഫിത്ത്, സാം. ഈ ഹാമിൻ്റെ ആ ലൈനിൽ കൂടെ വന്ന ആളുകളാണ് പോലും ആഫ്രിക്കൻസ്. യാഫിത്തിൻ്റെ ഏരിയയിൽ കൂടെ വന്ന ആളുകൾ, ആ ഒരു ലൈനിൽ കൂടെ വന്നതാണ് പോലും റോമൻസ്, വൈറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സാമാണ്. ഈ സെമൈറ്റിക് റിലീജിയനും അത് കണക്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അത് മൊത്തം സാമിൻ്റെ പിന്തുടർച്ചക്കാരാണ്. അപ്പം നൂഹ് എന്നാണ് ശരിക്കും ഈ ഒരു മനുഷ്യന്മാരുടെ ഒരു കാറ്റഗറൈസേഷൻ മെയിനായിട്ട് വരുന്നതാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കറിയേണ്ട ചില കാര്യങ്ങളാണ്. അതിൽ കഹ്താനീസ് മെയിനായിട്ട് സദേൺ അറേബ്യയിലാണ് ഉണ്ടായിരുന്നത്.
അദ്നാനീസ് എന്ന് പറയുന്നതാണ് ശരിക്കും പ്രോഫിറ്റിൻ്റെ ലൈന് വരുന്നത്. അദ്നാൻ നമുക്കറിയാം, അദ്നാൻ എന്ന് പറയുന്നത് നമ്മളെ നബിയുടെ വല്യപ്പനൊക്കെ പറയുന്ന ആ ലൈനിലുള്ള ആളുകളാണ് അദ്നാൻ. ഇസ്മായിൽ നബിയൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ രീതിയിലാണ് അറബ്സിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മളെ തലയിലുണ്ടാവണം. ഇത് കേട്ടപ്പോൾ എന്താ തോന്നുന്നത്? ഒന്ന് ആ സോഴ്സസ് ആണ്, രണ്ട് അറബ്സിനെ പറ്റിയുള്ള ഒരു ബേസിക് ഡിസ്ക്രിപ്ഷനാണ്. ഇല്ല, സദേൺ റീജിയനിലുള്ളവരായിരുന്നു. അതെ, സദേൺ ആണ് കഹ്താനി പറയുന്നത്. ഈ നമ്മളുടെ പിന്നെ ഹാജറാബിന്റെ കാര്യമൊക്കെ പറയണ്ടല്ലോ, അറേബ്യൻ മനസ്സിലായി. ഇതില് നമ്മള് പിന്നെ ഇസ്മായിൽ റളിയല്ലാഹു ഹാജറബിയും മക്കയിൽ ജീവിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ഈ കഹ്താനികളിൽപ്പെട്ട ഒരു ജുർഹം ഓർമ്മയുണ്ട്, നമ്മളന്ന് സീറ ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു ഗോത്രം ഹാജറാബിയുടെ അടുത്തും ഇസ്മായിൽ റളിയല്ലാഹുവിൻ്റെ അടുത്തും വരുന്നുണ്ട്. കാരണം അവിടെ വെള്ളവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവിടെ ഒരു സിവിലൈസേഷൻ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇസ്മായിൽ റളിയല്ലാഹു കല്യാണം കഴിക്കുന്നത്, ഇസ്മായിൽ അലൈഹി സ്വലം കല്യാണം കഴിക്കുന്നത് കഹ്താനി ഗോത്രത്തിൽ ആ ഒരു കാറ്റഗറിയിൽ നിന്നാണ്. ശരിക്കും കഹ്താനി പ്ലസ് അദ്നാനി ടീമാണ് പിന്നെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഫാമിലിയായിട്ട് വളരുന്നത്. ഇസ്മായിൽ നബിക്ക് വേറെ ഭാര്യമാരുണ്ട്, പക്ഷെ ഒരു ഏരിയ ഇതാണ് വരുന്നത്. ഈ രീതിയിലുള്ളൊരു മിക്സിങ് കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ കൂടിയാണ് ഖുറൈഷ് വരുന്നത്. ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ആണല്ലോ ഖുറൈഷ്, നബിയൊക്കെ ആ ഒരു ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു മൊത്തം ഒരു ബേർഡ് ഐ വ്യൂ എന്ന് പറയുന്ന സത്യത്തിൽ. അങ്ങനെ ഉണ്ട് അല്ലേ. എന്നാണ് അത്ര ഹിസ്റ്റോറിക്കൽ സംഗതി തന്നെയാണ് രണ്ടിലും വരുന്നത്. യെസ്. ഇനി പിന്നെ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് സെഷനിലേക്ക് പോവാം. നമ്മളുടെ എവല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സെഷൻ അതും കൂടി പറയുന്ന അവസാനിപ്പിക്കുക. അടുത്ത സെഷൻ നമുക്ക് എവല്യൂഷൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. അത് എന്തുകൊണ്ട് സീറ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഒരു 9 റീസണാണ് യാസിർക്ക് അത് ലിസ്റ്റ് ചെയ്യുന്നത്. സീറ എന്നുള്ളതിൻ്റെ അർത്ഥം പറയുന്നത് ട്രാവൽ അല്ലെങ്കിൽ ബയോഗ്രഫി എന്നാണ്. കാരണം ഒരാളുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സീറേൻ്റെ അർത്ഥം പറയുന്നത്. സീറു എന്ന് പറയുന്നതിൻ്റെ ഭാഗത്തിന് വരുന്നതാണ്. ഒന്നാമത്തെ കാരണം പറയുന്നത് നോയിങ് ഈസ് ഒബ്ലിഗേറ്ററി എന്നുള്ളതാണ്. ഇത് നമുക്കൊരു പുതിയ, എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയ അറിവാണ്. നബിയുടെ ചരിത്രം അറിയൽ നിർബന്ധമാണ്. നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിൽ നബിയുടെ ചരിത്രം എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ആൻസൈറ്റി പോലും. ആ ആ ആ ആ അതെ 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 അതെ. ഇതിലെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ താരീഖ് എന്ന് പറഞ്ഞൊരു ബുക്ക് മദ്രസയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തൊക്കെയോ ചെറിയ ബിറ്റുകളാണ് അവിടെ ഇവിടെ പറഞ്ഞു പോകുന്നത്. നമുക്കൊരു ഫുൾ ലെങ്ത്തിലുള്ള ഒരു ഫുൾ പിക്ചർ കിട്ടുന്നില്ല. ഒരു പസിലായിട്ടാണ് റസൂലിൻ്റെ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലേക്ക് നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ഇട്ട് കഴിയുന്നത്. അത് ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. കാരണം ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന നബി ചരിത്രത്തിൽ നിന്നാണ്. നമുക്ക് ബാക്കിയെല്ലാം കയ്യിലുണ്ടായൊരു കാര്യമില്ല. കാരണം ക്രൈസിസ് വരുമ്പോൾ നമുക്ക് നബിയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ ധൈര്യം കിട്ടണം. അപ്പോൾ ഇത് നിർബന്ധമാക്കിയതിന് കാരണം അത് തന്നെയായിരിക്കും. ആ രീതിയിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളണം എന്നുള്ളത്. കാരണം ചരിത്രം അറിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടും. ഒന്നാമത്തെ ഉസ്വത്തുൻ ഹസനയാണ്, അതാണ് നമ്മൾ ഒഴിവായി പോകുന്നത്. ഇത്രയും പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് നമ്മളതിനെ ഒഴിവാക്കുന്നു, അതിന് ആ രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നഷ്ടം നമുക്കാണ്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് കാണിച്ചു തരാൻ മുമ്പിലൊരു വെളിച്ചമില്ലെങ്കിൽ, നബി ഒന്നുമില്ല, അല്ല പ്രോഫറ്റ്സ് ഒന്നും ഈ ലോകത്ത് വന്നിട്ടില്ല, ശരിയും തെറ്റും എന്താ നമുക്ക് അറിയില്ല, അങ്ങനെ ഒരു സൊസൈറ്റിയെ പറ്റി ആലോചിച്ച് നോക്ക്. സത്യത്തിൽ നമ്മൾ ജീവിതം ടെറിബിളായിരിക്കും.
നമുക്ക് ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു എന്താ പറയുക, ഒരു തരത്തിൽ നമുക്ക് ഒരു ഒരു അതിർവരമ്പുകളും ഇല്ലാതെ കുടുംബജീവിതം ആലോചിച്ച് നോക്കുക. നമ്മളെ സംരക്ഷണം അല്ലെങ്കിൽ ഇപ്പോൾ വിശ്വാസം ഒന്നുമില്ല എന്ന് വിചാരിക്കാം, നാട്ടിൽ വൃത്തികേട് സംഭവിക്കാതിരിക്കാൻ കാരണം എങ്ങനെയൊക്കെയോ മനുഷ്യന് കിട്ടിയ ബോധമാണ്. അതെവിടുന്നാ വന്നേ? ചരിത്രത്തിൽ മതങ്ങൾ മാത്രമേ മനുഷ്യന്മാർക്ക് ഈ രീതിയിൽ ഐഡിയോളജി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടുന്ന് എടുത്തതാണ്. ഈ അർത്ഥത്തിൽ അതിനെ ഒബ്ലിഗേറ്ററി ആണെന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാരണം നമ്മളുടെ സ്നേഹം, നബിയോടുള്ള സ്നേഹം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും ഒരു സൈക്കിളാണ്. നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് സ്നേഹം കൂടും, സ്നേഹം കൂടുന്നതിനനുസരിച്ച് വായിക്കും. അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ വായിക്കുന്നുണ്ടോ സ്നേഹമുണ്ടോ എന്നുള്ളത്. നമ്മൾ ഭയങ്കര സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് വായിക്കുന്നില്ലെങ്കിൽ ശരിക്കും സ്നേഹമില്ല എന്ന് തന്നെയാണ്. കാരണം ഇതിനെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണല്ലോ, ടെമ്പ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, ഇതിന് വായന നിർബന്ധമാണ്. അപ്പോൾ രണ്ടാമത്തത് സ്നേഹം കൂടുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തത് ഇസ്ലാമിലെ ഹദീസും ഖുർആനും മനസ്സിലാക്കാൻ സീറ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെയും ഖുർആൻ്റെയും ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സീറയാണ്. നമ്മൾ ടെക്സ്ച്വൽ റീഡിങ് നടത്തിപ്പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നബിയുടെ ചരിത്രത്തിൽ നിന്ന് കോണ്ടെക്സ്റ്റുകൾ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത് സത്യത്തിൽ. കാരണം നബി പറഞ്ഞ ഒരേ കാര്യം പല ആളുകൾ എടുക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് പറയാതിരിക്കുമ്പോൾ അതിനെ പല വഴികളിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനെ മനസ്സിലാക്കാൻ സീറൻ്റെ പാർട്ടാണ്. ശരിക്കും സീറ ടു സൂറയാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ ഒരു ബ്രിഡ്ജിങ് സീറ ടു സൂറ നമുക്ക് നടത്താൻ പറ്റണം. നാലാമത്തത്, ഇത് നമുക്ക് അതിമനോഹരമായ പ്രതീക്ഷകൾ തരും എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആക്കും എന്നുള്ളതാണ് സീറ ചെയ്യുന്നത്. ലൈഫിലൊരു ഡയറക്ഷൻ എന്നുള്ളത് ഇപ്പം പ്രത്യേകിച്ചും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പം ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഡയറക്ഷൻ ഇല്ലെങ്കിൽ അയാൾക്ക് എന്തും കിട്ടുന്ന ഒരവസ്ഥ മുന്നിലുണ്ട്. ഇപ്പോൾ ടെലഗ്രാമിലൊക്കെ നമുക്ക് തന്നെ മെസ്സേജ് വരും, അതിഭീകരമായ വൃത്തികേടിൻ്റെ മെസ്സേജുകൾ, ഇതും തുറന്നു നോക്കൂ, ആസ്വദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നമ്മൾ ഞാൻ തുറക്കില്ല, ഞാൻ അത് ആസ്വദിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് ആ വൃത്തിയുള്ള ഡയറക്ഷൻ കൊണ്ടാണ്. ഇതില്ലാത്ത ഒരാളെ സംബന്ധിച്ചോ അയാൾ എവിടെ എത്തിപ്പെടും എന്നുള്ളതാണ്. അത് അയാൾക്ക് കൊടുക്കുന്നത് സ്ട്രെയിൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ സമാധാനം എന്നുള്ളത് ഡയറക്ഷൻ കൊണ്ട് കിട്ടുന്നതാണ്. ആ ഡയറക്ഷൻ റസൂലിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് തരുന്നതാണ്. അഞ്ചാമത്തത്, സീറ തന്നെ ഒരു മിറാക്കിളാണ്. കാരണം അങ്ങനത്തെ ഒരു ഹിസ്റ്ററി വേറെ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. സീറ ഹിസ്റ്ററി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ സീറയെ ആ രീതിയിൽ നമ്മൾ വായിക്കണം. ശരിക്കും ചില സമയത്ത് നമ്മൾ കരയും, ചില സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷം കൊണ്ട് രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, ചില സമയത്ത് നമ്മൾ ആകെ ഡസ്പാവും. ഇങ്ങനെ പല മൂഡുകളിലൂടെ സീറ നമ്മളെ കൊണ്ടുപോകും. നമ്മളിങ്ങനെ അത്ഭുതപ്പെടും. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ എടുത്തു നോക്കിയാൽ ആരെയൊക്കെയാണ് ഒരു പോയി നേരിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്? റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒക്കെ മുന്നിൽ പോയി നിന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങളിതാ വന്നിരിക്കുന്നത്. അന്ന് റോമൻ ചക്രവർത്തിമാരൊക്കെ മൈൻഡ് ചെയ്യാതെ വിടുകയാണ്. ഇവരെന്ത് അറബിന്ന് എന്തിനോ വന്ന ആൾക്കാർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ എന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ ഉള്ള ആളുകളാണ് ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന ആളുകളായി മാറിയത് എന്നുള്ളതാണ് ഈ സീറയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന മിറാക്കിളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ യുദ്ധ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ അനാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും അന്നത്തെ ചില വിജയങ്ങളെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അവർ ജസ്റ്റ് പറയാണ് അത് സംഭവിച്ചു, ഇത്രയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പടച്ചവൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, അത് അങ്ങനെയേ സംഭവിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ 5ാമത്തെ പോയിന്റിൽ നിർത്തുകയാണ്. ഒരു 4 പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിൽ എവല്യൂഷൻ ഓഫ് ഇസ്ലാമിക് മാപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സീറ പഠിക്കുന്നത് നമ്മൾക്ക് കൂടുതൽ ഡയറക്ഷൻ ഉണ്ടാക്കാനും നമ്മൾ കൂടുതൽ സ്നേഹത്തിലേക്ക് എത്തിപ്പെടാനും, ഏറ്റവും ഒരു പക്ഷേ നമ്മളുടെ ജനറേഷന് ഇപ്പോൾ മോഡലുകൾ നോക്കിയാൽ
സഹാബാക്കളുടെ മോഡലുകളെ നേരിട്ട് കാണാൻ പറ്റും, ഫറോവയുടെ മോഡലുകളെ നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു ജനറേഷൻ നമ്മൾ സത്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും കോൺഫ്ലിക്റ്റിൽ ഉണ്ടാകുന്ന അവസ്ഥയിൽ നബിയുടെ സീറ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ കഴിയണം. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത 10 മിനിറ്റ് ഡിസ്കഷനാണ്. അസ്സലാമു അലൈക്കും. തുടങ്ങാം ഡിസ്കഷൻ.